ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +1 സോഷ്യോളജിയിലെ ടേംസ്, കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലുള്ള കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് നോട്ട് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാ വർഷവും പരീക്ഷയ്ക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്കാണ് കിടക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്കാണ് കിടക്കുന്നത്. സോഷ്യോളജി ഈസ് ദി സയൻറ്റിഫിക് ആൻഡ് ഓതൻറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും ആധികാരികവുമായ പഠനത്തെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി, അല്ലേ? സമൂഹത്തിൻ്റെ ശാസ്ത്രമാണ്, സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. ആസ് എ സയൻസ്, സോഷ്യോളജി യൂസ്ഡ് സ്പെസിഫിക് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്, അല്ലേ? ഒരു സയൻസ് എന്നുള്ള നിലയിൽ സോഷ്യോളജി ഒരുപാട് പദങ്ങളും സങ്കല്പങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സയൻസുകളും ചില പദങ്ങളും സങ്കല്പങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആസ് എ സയൻസ് സോഷ്യോളജി ആൾസോ യൂസ്ഡ് സ്പെസിഫിക് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്, അല്ലേ? അതായത് സോഷ്യോളജിയും ചില പ്രത്യേക പദങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. സോഷ്യോളജിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില പദങ്ങളും സങ്കല്പങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സോഷ്യോളജിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടേംസും കോൺസെപ്റ്റും ഏതൊക്കെയാണ്? സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്, സ്റ്റാറ്റസ് ആൻഡ് റോൾ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ കൺട്രോൾ, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ സോഷ്യോളജിയിൽ നിരന്തരം ഉപയോഗിക്കാറുണ്ട്. These terms and concepts helps us to understand the subject matter of sociology. സോഷ്യോളജിയുടെ പഠന വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ടേംസും കോൺസെപ്റ്റും ആണ്, ഇത്തരത്തിലുള്ള പദങ്ങളും സങ്കല്പങ്ങളും ആണ് എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഗ്രൂപ്പ്, സ്റ്റാറ്റസ്, റോള്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ കൺട്രോൾ എന്നൊക്കെ പറയുന്ന സോഷ്യോളജിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ടേംസും കോൺസെപ്റ്റും അതിൻ്റെ മീനിങ് ഒക്കെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. എല്ലാവരും ഫസ്റ്റത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. സോഷ്യൽ ഗ്രൂപ്പ്സ്. സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ അനിമൽ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത് നമുക്ക് അറിയാം, അല്ലേ? ഹ്യൂമൻ ബീയിങ്സ് കാൺ ലിവ് വിതൗട്ട് ഹാവിങ് റിലേഷൻ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് ബന്ധമില്ലാതെ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. അപ്പോൾ വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ്? എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? എ സോഷ്യൽ ഗ്രൂപ്പ് ഫോംസ് വെൻ 2 or more individual contact and communicate directly or indirectly, അല്ലേ? 2 അതിലധികമോ ആളുകൾ നേരിട്ടോ അല്ലാതെയോ പരസ്പരം ബന്ധപ്പെടുമ്പോഴാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. എ സോഷ്യൽ ഗ്രൂപ്പ് ഫോംസ് വെൻ 2 or more individual contact and communicate directly or indirectly. A social group is a group of people who are connected each other, അല്ലേ? പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ എപ്പോഴും എന്തെന്ന് വിളിക്കുക, ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക, അല്ലേ? എ സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ഓഫ് പീപ്പിൾ, ദേ ആർ മ്യൂച്വലി കണക്റ്റഡ്, അല്ലേ? അതായത് പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻ ഡെയിലി ലൈഫ് വി ആർ മെമ്പേഴ്സ് ഓഫ് മെനി സോഷ്യൽ ഗ്രൂപ്പ്, അല്ലേ? നമ്മൾ നിത്യജീവിതത്തിൽ പല സോഷ്യൽ ഗ്രൂപ്പിലും അംഗങ്ങളാണ്, അല്ലേ? സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഭാഗമായിട്ടുള്ള പല സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. ഫാമിലി, റെസിഡൻസ് അസോസിയേഷന്, പൊളിറ്റിക്കൽ പാർട്ടി, ട്രേഡ് യൂണിയൻ, ഇതൊക്കെ എന്താണ്, സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം. സോഷ്യൽ ഗ്രൂപ്പ് ഈസ് എ സെറ്റ് ഓഫ് പീപ്പിൾ, ദേ ആർ കണക്റ്റഡ് ഈച്ച് അതർ, അല്ലേ? പരസ്പരം ബന്ധമുള്ള ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, സോഷ്യൽ ഗ്രൂപ്പ്. വെൻ 2 or more people contact and communicate ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ ഗ്രൂപ്പ്. അതെന്തായി മാറും, ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് മാറും. എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഫാമിലി, റെസിഡൻസ് അസോസിയേഷന്, പൊളിറ്റിക്കൽ പാർട്ടി, ട്രേഡ് യൂണിയന്, ഇതൊക്കെ എന്താണ്, സോഷ്യൽ ഗ്രൂപ്പിന് എക്സാമ്പിളുകളാണ് എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും നെക്സ്റ്റ് ഹെഡിങ് ശ്രദ്ധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്, അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എ സോഷ്യൽ ഗ്രൂപ്പ് ഷുഡ് ഹാവ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലേ? ഒരു സോഷ്യൽ ഗ്രൂപ്പിന് താഴെ പറയുന്ന കുറേ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണവ? ഫസ്റ്റ് വൺ ഈസ്
ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് അല്ലേ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ഉണ്ടെങ്കിലേ ഒരു ഗ്രൂപ്പ് തന്നെ ആവുള്ളൂ. ഒരു സോഷ്യൽ ഗ്രൂപ്പിന് എന്ത് വേണം? ഇറ്റ് റിക്വയേഴ്സ് ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് അല്ലേ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ഒരു സോഷ്യൽ ഗ്രൂപ്പിന് വേണം. അങ്ങനെ വ്യക്തികൾ ഉണ്ടായാൽ മാത്രം പോരാ. സെക്കൻഡ്, പേഴ്സിസ്റ്റന്റ് ഇന്ററാക്ഷൻ ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി അല്ലേ, അതായത് എ സോഷ്യൽ ഗ്രൂപ്പ് ഷുഡ് ഹാവ് പേഴ്സിസ്റ്റന്റ് ഇന്ററാക്ഷൻ അല്ലേ, അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ എന്തുണ്ടാവണം? നിരന്തരമുള്ള പരസ്പര ഇടപെടൽ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ പേഴ്സിസ്റ്റന്റ് ഇന്ററാക്ഷൻ ഈസ് റിക്വയർഡ് ടു ഫോം എ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ അത്യാവശ്യമാണ്, നിരന്തരമുള്ള ഇടപെടൽ വേണം. മൂന്നാമത്തത്, എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ദി ഗ്രൂപ്പ് അല്ലെ, വി ഫീലിംഗ്, നമ്മൾ ഒന്നാണ് എന്നുള്ള, നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധം. എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ദി ഗ്രൂപ്പ് അല്ലെ, നമ്മൾ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധം ഏതൊരു സോഷ്യൽ ഗ്രൂപ്പിനും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നാലാമത്തെ പ്രത്യേകത ആയിട്ട് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ് അല്ലേ, കോമൺ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യം അല്ലേ. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കോമൺ ഇൻട്രസ്റ്റ്. ഒരേ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറുക അല്ലേ. ഫോർ എക്സാമ്പിൾ, ദോസ് ഹു ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ദേ വിൽ ജോയിൻ പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ, അതായത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള, രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയിൽ ജോയിൻ ചെയ്യാം അല്ലേ. അപ്പോൾ കോമൺ ഇൻട്രസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കോമൺ നോംസ് ആൻഡ് വാല്യൂസ് അല്ലേ, പൊതുവായ നിയമങ്ങളും മാനദണ്ഡങ്ങളും മൂല്യങ്ങളൊക്കെ ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. പൊതുവായ നിയമങ്ങളും മൂല്യങ്ങളും സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എ സോഷ്യൽ ഗ്രൂപ്പ് ഷുഡ് ഹാവ് എ ഡെഫിനിറ്റ് സ്ട്രക്ചർ. ഏതൊരു സോഷ്യൽ ഗ്രൂപ്പിനും ഒരു പ്രത്യേക ഘടന ഉണ്ടായിരിക്കണം. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഈ 6 കാര്യങ്ങൾ ശരിക്കും ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, കോസി ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് കോസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? എനി ഗാദറിംഗ് ഓഫ് പീപ്പിൾ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ സോഷ്യൽ ഗ്രൂപ്പ് അല്ലേ. ഏതൊരു ജനക്കൂട്ടത്തെയും നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ജനങ്ങൾ വെറുതെ കൂടി നിൽക്കുന്നത് അതിനെ എന്തായിട്ട് കാണാൻ പറ്റൂല? ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ട് കാണാൻ പറ്റൂല. അഗ്രഗേറ്റ്സ് ആർ നോട്ട് സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ, ജനക്കൂട്ടത്തെ എന്തെന്ന് വിളിക്കാൻ പറ്റൂല? സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റൂല. എ കോസി ഗ്രൂപ്പ് ഈസ് എ അഗ്രഗേറ്റ് അല്ലെ. കോസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തെ, എ അഗ്രഗേറ്റ് ഈസ് കാൾഡ് കോസി ഗ്രൂപ്പ് അല്ലെ. വെറുതെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോസി ഗ്രൂപ്പ് എന്നാണ്. മനസ്സിലായോ? എ കോസി ഗ്രൂപ്പ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ അല്ലെ. ഒരു കോസി ഗ്രൂപ്പിന് എന്തുണ്ടാവില്ല? സോഷ്യൽ ഗ്രൂപ്പിനെ പോലെ ഒരു പ്രത്യേക ഘടന, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കൂല. അപ്പൊ കോസി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഗ്രഗേറ്റ് അല്ലെ, അതൊരു ജനക്കൂട്ടമാണ്. പ്രത്യേക ലക്ഷ്യമില്ലാതെ പ്രത്യേക ഉദ്ദേശമില്ലാതെ വെറുതെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തെയാണ്, അഗ്രഗേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോസി ഗ്രൂപ്പ്. ഇറ്റ് ഡസിൻറ്റ് ഹാവ് എ സ്ട്രക്ചർ, അതിനെന്തുണ്ടായിരിക്കൂല? ഒരു പ്രത്യേക ഘടന ഉണ്ടായിരിക്കൂല എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത? ഒരു കോസി ഗ്രൂപ്പിന് പ്രത്യേകത. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് അറ്റ് എ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത് അതെന്താണ്? ഒരു കോസി ഗ്രൂപ്പാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ എയർപോർട്ട് അല്ലേ, എയർപോർട്ടിൽ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം, ബസ് സ്റ്റോപ്പിൽ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം, ഇതൊക്കെ എന്താണ്? ഒരു കോസി ഗ്രൂപ്പാണ്. ഇറ്റ് ഈസ് ആൻ അഗ്രഗേറ്റ് അല്ലേ, അതൊരു ജനക്കൂട്ടം മാത്രമാണ്. ഇറ്റ് ഡസിൻറ്റ് ഹാവ് എ സ്ട്രക്ചർ അല്ലേ, അതിനൊരു പ്രത്യേക ഘടന ഇല്ല. അതുപോലെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് ദേ ഡസിൻറ്റ് ഹാവ് എ കോമൺ ഇൻട്രസ്റ്റ്, അവർക്ക് പൊതുവായ ഒരു താല്പര്യം ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോസി ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. മനസ്സിലായോ? Therefore, കോസി ഗ്രൂപ്പ് ഈസ് നോട്ട് എ സോഷ്യൽ ഗ്രൂപ്പ് അല്ലേ. കോസി ഗ്രൂപ്പ് എന്തല്ല? ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ല എന്നെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഹെഡിങ്, ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. അപ്പോൾ ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് പറയുമ്പോൾ സോഷ്യോളജിസ്റ്റ് ഹാവ് കാറ്റഗറൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ. സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ ഗ്രൂപ്പിനെ പല ടൈപ്സ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ ഏതെല്ലാമാണ് ആ ടൈപ്സ് എന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ്, ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ്. ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. തേർഡ്, പിയർ ഗ്രൂപ്പ്. ഫോർത്ത്, റഫറൻസ് ഗ്രൂപ്പ്സ്. ഫിഫ്ത്ത്, കമ്മ്യൂണിറ്റി. അപ്പോൾ ഇങ്ങനെ സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ ഗ്രൂപ്പിനെ പല ടൈപ്സ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്,
പിയർ ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ ഈ ഒരു 5 ടൈപ്പ് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഓരോന്നും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തതിലേക്ക് കടക്കാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. എന്താണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പ്രൈമറി ഗ്രൂപ്പ് ഈസ് സ്മോൾ ഇൻ സൈസ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പുകളാണ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് സ്മാളർ ഇൻ സൈസ് അല്ലേ. അതായത് വലുപ്പത്തിൽ വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് പ്രൈമറി ഗ്രൂപ്പ്. എന്നാൽ കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ്സ് അല്ലേ. അതായത് പ്രൈമറി ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ് അല്ലേ. അവർ വളരെ അടുത്ത ബന്ധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് റിലേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. അവർ തമ്മിൽ മുഖാമുഖ ബന്ധമുണ്ടാകും. അതുപോലെ തന്നെ ദർ ഷുഡ് ഹാവ് കോപ്പറേഷൻ. അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും, പരസ്പര സഹകരണം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി ഗ്രൂപ്പ്. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ്സ് ആർ സ്മോൾ ഗ്രൂപ്പ്സ് കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ് ആൻഡ് ഫേസ് ടു ഫേസ് റിലേഷൻ ആൻഡ് കോപ്പറേഷൻസ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. അതായത് മുഖാമുഖ ബന്ധം, പരസ്പര സഹകരണമൊക്കെ പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ്. പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫാമിലി ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. ചെറിയ ഗ്രൂപ്പാണ്, അതിൽ അംഗങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അല്ലേ. ഇൻറ്റിമേറ്റ് റിലേഷൻ ഉണ്ട്, ഫേസ് ടു ഫേസ് റിലേഷൻ ഉണ്ട്. പിയർ ഗ്രൂപ്പ് സുഹൃത്തുക്കളുടെ കൂട്ടം അല്ലേ. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സമപ്രായക്കാരായ സുഹൃത്തുക്കളുടെ കൂട്ടമാണ്. അപ്പോൾ അതിലും എന്തുണ്ട്, ഇൻറ്റിമേറ്റ് റിലേഷൻ ഉണ്ട്, ചെറിയ ഗ്രൂപ്പാണ്, അവർ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻ ഉണ്ട്, കോപ്പറേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്, ഒരു പ്രൈമറി ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ വാട്ട് ഈസ് സെക്കൻഡറി ഗ്രൂപ്പ് അല്ലേ. എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ റിലേറ്റീവ്ലി ലാർജർ ഇൻ സൈസ് അല്ലേ. അത് വലിയ ഗ്രൂപ്പുകളാണ്. സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ ലാർജർ ഇൻ സൈസ് അല്ലേ, വലിയ ഗ്രൂപ്പുകളാണെന്ന് മനസ്സിലാക്കുക. ദേ മെയിൻറ്റെയിൻ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻസ്. അതിലെ അംഗങ്ങൾ തമ്മിൽ ഔപചാരിക ബന്ധങ്ങളും അതുപോലെ തന്നെ വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളുമാണ് ഉണ്ടാവുക. അവർ തമ്മിൽ എന്തുണ്ടാവില്ല, ഇൻറ്റിമേറ്റ് റിലേഷൻ ഉണ്ടാവില്ല, അടുത്ത ബന്ധം ഉണ്ടാവില്ല. ബട്ട് ദേ മെയിൻറ്റെയിൻ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻ. വ്യക്തിപരമല്ലാത്തതും ഔപചാരികമായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടാവുക. സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ ഗോൾ ഓറിയൻറ്റഡ്. അത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. ടെമ്പററി ഇൻ നേച്ചർ. അത് എന്നും നിലനിൽക്കുന്നതല്ല, ടെമ്പററി ആയിട്ട് നിലനിൽക്കുന്ന, താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന ഗ്രൂപ്പുകളാണ് സെക്കൻഡറി ഗ്രൂപ്പുകൾ. മനസ്സിലായിട്ടുണ്ടല്ലോ. സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിളാണ് പൊളിറ്റിക്കൽ പാർട്ടി, സ്റ്റുഡൻസ് അസോസിയേഷൻ, ഇതൊക്കെ. ഓക്കെ. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണ്? പ്രൈമറി ഗ്രൂപ്പ്സ് ആർ സ്മോളർ ഇൻ സൈസ് വൈൽ സെക്കൻഡറി ഗ്രൂപ്പ്സ് ആർ ലാർജർ ഇൻ സൈസ് അല്ലേ. അതായത് പ്രൈമറി ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പാണ്, സെക്കൻഡറി ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ബൈ ഇൻറ്റിമേറ്റ് അല്ലേ. അവർ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. വൈൽ സെക്കൻഡറി ഗ്രൂപ്പ്സ് മെയിൻറ്റെയിൻ ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻസ് അല്ലേ. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ്. ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഇൻ ഗ്രൂപ്പ്. അവർ ഗ്രൂപ്പ് ഈസ് ഇൻ ഗ്രൂപ്പ് അല്ലേ. നമ്മുടെ ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുക അല്ലേ. ദർ എക്സിസ്റ്റ് വി ഫീലിംഗ്. ഇൻ ഗ്രൂപ്പിൽ എപ്പോഴും എന്തുണ്ടാവും, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ബോധം. ദർ എക്സിസ്റ്റ് വി ഫീലിംഗ് അല്ലേ. അവിടെ എപ്പോഴും നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകും. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് റിലേഷൻ ആൻഡ് കോപ്പറേഷൻ ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻ ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് റിലേഷൻ ഉണ്ടാവും, മുഖാമുഖ ബന്ധം ഉണ്ടാവും, അവർ തമ്മിൽ പരസ്പര സഹകരണം ഉണ്ടാവും, സ്നേഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഗ്രൂപ്പ് ഈസ് ഇൻ ഗ്രൂപ്പ്. വി ഫീലിംഗ് എക്സിസ്റ്റ്, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ആൻഡ് കോപ്പറേഷൻ ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻ ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ദി ചിൽഡ്രൻസ് ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ സ്കൂൾ. ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്താണ്, ഒരു ഇൻ ഗ്രൂപ്പിന് ഉദാഹരണമാണ്. ഫാമിലി, കാസ്റ്റ്, ഒരേ കുടുംബത്തിൽ ഉൾപ്പെടുന്നവർ, ഒരേ ജാതിയിൽ ഉൾപ്പെടുന്നവർ ഒക്കെ ഏതിപ്പെടും, ഒരു ഇൻ ഗ്രൂപ്പിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഓക്കെ. ഇൻ ഗ്രൂപ്പ് എന്ന് വളരെ വ്യത്യാസമുള്ള ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് അല്ലേ. ഔട്ട് ഗ്രൂപ്പ് എന്താണ്? ദെയർ ഗ്രൂപ്പ് ഈസ് ഔട്ട് ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർ ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് അല്ലേ.
വി ടെൻഡ് ടു ഹാവ് ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളുമായിട്ട് നമുക്ക് ദർ ഷുഡ് ബി എ ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ്, അല്ലേ? അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു അകന്ന ബന്ധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും ഔട്ട് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. വി മേ ഈവൺ ഫീൽ ഹേറ്റ്രഡ് ടുവാർഡ്സ് ഔട്ട് ഗ്രൂപ്പ്. ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളോട് നമുക്ക് എന്ത് തോന്നാം? ഹേറ്റ്രഡ്, അല്ലേ? വെറുപ്പ്, വിദ്വേഷമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ മൈഗ്രൻസ്, അല്ലേ? ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ലോക്കൽ പീപ്പിൾ ടുവാർഡ്സ് മൈഗ്രൻസ്, അല്ലേ? കുടിയേറ്റക്കാരോട് തദ്ദേശീയരായ ജനങ്ങൾക്ക്, പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് തോന്നാം? വെറുപ്പ് തോന്നുന്നത് അവർ പ്രാദേശിക ജനങ്ങളുടെ ഔട്ട് ഗ്രൂപ്പാണ്. ആര്? തദ്ദേശീയരായ ജനങ്ങളുടെ ഔട്ട് ഗ്രൂപ്പാണ് മൈഗ്രൻസ്, അല്ലേ? പ്രത്യേകിച്ച് കുടിയേറ്റക്കാർ. അതുകൊണ്ടാണ് കുടിയേറ്റക്കാരോട് എന്ത് തോന്നുന്നത്? എപ്പോഴും വെറുപ്പ് തോന്നുന്നത്. അപ്പോൾ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? അവർ ഗ്രൂപ്പ് ഈസ് ഇൻ ഗ്രൂപ്പ്, നമ്മുടെ ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പ്. ദെയർ ഗ്രൂപ്പ് ഈസ് ഔട്ട് ഗ്രൂപ്പ്, അവരുടെ ഗ്രൂപ്പാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഇൻ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? ഫേസ് ടു ഫേസ് റിലേഷനും കോപ്പറേഷനുമാണ് ഉണ്ടാവുക. എന്നാൽ ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളോട് നമുക്ക് എന്ത് തോന്നും? ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവരോട് വി ഫീൽ ഹേറ്റ്രഡ് ടുവാർഡ്സ് ഔട്ട് ഗ്രൂപ്പ്. ഔട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളോട് നമുക്ക് വെറുപ്പും ദേഷ്യമൊക്കെയാണ് തോന്നുക, അല്ലേ? കുടിയേറ്റക്കാരോട് നമുക്ക് വെറുപ്പ് തോന്നുന്നതിൻ്റെ കാരണം ബിക്കോസ് ദേ ആർ അവർ ഔട്ട് ഗ്രൂപ്പ്. അവർ നമ്മുടെ ഏത് ഗ്രൂപ്പാണ്? ഔട്ട് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. വ്യക്തമല്ലേ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. പിയർ ഗ്രൂപ്പ്സ്, സമപ്രായക്കാരുടെ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെയിം ഏജ്, സ്റ്റാറ്റസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഒരേ പ്രായവും ഒരേ പദവിയും ഒരേ താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പിയർ ഗ്രൂപ്പ്? പിയർ ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെയിം ഏജ് ആൻഡ് സെയിം സ്റ്റാറ്റസ്. ഒരേ പ്രായവും ഒരേ സ്ഥാനവും ഉള്ളവരുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പിയർ ഗ്രൂപ്പ് എന്ന്. സമപ്രായക്കാരുടെ സംഘം എന്ന് വിളിക്കുന്നത് നമ്മൾ എപ്പോഴും എന്തിനാണ്? ഒരേ പ്രായക്കാരെയും ഒരേ സ്ഥാനമുള്ളവരെയുമാണ്. ഇറ്റ് ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്, അല്ലേ? പിയർ ഗ്രൂപ്പ് ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് എപ്പോഴും ഒരു പ്രൈമറി ഗ്രൂപ്പാണ് എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഈക്വൽസ്, അല്ലേ? തുല്യരുടെ ഗ്രൂപ്പ് എന്നും നമ്മൾ എന്തിനാ പറയാറുണ്ട് പിയർ ഗ്രൂപ്പിനെ? ബിക്കോസ് പിയർ ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെയിം ഏജ് ആൻഡ് സ്റ്റാറ്റസ്, അല്ലേ? ഒരേ പ്രായവും ഒരേ സ്ഥാനവും ഉള്ളവരുടെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് പിയർ ഗ്രൂപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഗ്രൂപ്പ് ഓഫ് ഈക്വൽസ്, അല്ലേ? തുല്യരുടെ ഗ്രൂപ്പ് എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലാസ്മേറ്റ്സ്, ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ എന്താണ്? ഇറ്റ് ഈസ് എ പിയർ ഗ്രൂപ്പ്, അല്ലേ? ക്ലാസ്മേറ്റ്സ് ആർ എ പിയർ ഗ്രൂപ്പ്, അല്ലേ? ഒരുമിച്ച് പഠിക്കുന്നവർ സ്കൂൾ മേറ്റ്സ്, അല്ലേ? സ്കൂളിൽ ഒരുമിച്ച് കളിക്കുന്നവർ ഒക്കെ എതിപ്പെടും. പിയർ ഗ്രൂപ്പിന് ഉദാഹരണമാണ്. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻ ഈസ് ഗ്രേറ്റർ ദാൻ പാരൻ്റൽ ഇൻഫ്ലുവൻസ്, അല്ലേ? അതായത് മാതാപിതാക്കളെക്കാളും കുട്ടികളിൽ സ്വാധീനം ആർക്കുണ്ട്? പിയർ ഗ്രൂപ്പിനുണ്ട്. എസ്പെഷ്യലി എമംഗ് അഡോളസൻസ്, അല്ലേ? കൗമാരപ്രായക്കാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം, മാതാപിതാക്കളെക്കാളും സ്വാധീനം, പാരൻ്റൽ ഇൻഫ്ലുവൻസിനെക്കാളും സ്വാധീനം ആർക്കുണ്ട്? അവരുടെ പിയർ ഗ്രൂപ്പിന് ഉണ്ട് എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗം റഫറൻസ് ഗ്രൂപ്പ്. പരാമർശഗണം, സൂചിതഗണം എന്നൊക്കെ പറയും. റഫറൻസ് ഗ്രൂപ്പ്. ഇമിറ്റേഷൻ ഈസ് എ ബേസിക് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അനുകരണം, ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊക്കെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ദി ഗ്രൂപ്പ്സ് ഹൂസ് ലൈഫ് സ്റ്റൈൽ ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ് റഫറൻസ് ഗ്രൂപ്പ്. നമ്മൾ ആരുടെ ജീവിത രീതിയാണോ അനുകരിക്കുന്നത് അവർ നമ്മുടെ ഏത് ഗ്രൂപ്പാണ്? റഫറൻസ് ഗ്രൂപ്പാണ്. ദി ഗ്രൂപ്പ്സ് ഹൂസ് ലൈഫ് സ്റ്റൈൽ ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ് റഫറൻസ് ഗ്രൂപ്പ്. ഒരാൾ ആരുടെ ജീവിത രീതിയാണോ അനുകരിക്കുന്നത് ആ ഗ്രൂപ്പ് അയാളുടെ എന്താണ്? റഫറൻസ് ഗ്രൂപ്പാണ്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ കോപ്പീസ് ദി ലൈഫ് സ്റ്റൈൽ ഓഫ് എനി ഫിലിം ആക്ടർ ഓർ ഫുട്ബോൾ പ്ലെയർ, അല്ലേ? ഒരു വ്യക്തി ഫിലിം ആക്ടർമാരുടെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയറുടെ ഒക്കെ ജീവിത രീതി കോപ്പി അടിക്കുകയാണെങ്കിൽ അതെന്താണ്? അയാളുടെ റഫറൻസ് ഗ്രൂപ്പാണ് ആ ഫുട്ബോൾ പ്ലെയേഴ്സും ആ ഫിലിം ആക്ടേഴ്സും ഒക്കെ. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇൻ കൊളോണിയൽ പീരിയഡ് മെനി മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് ട്രൈഡ് ടു ഇമിറ്റേറ്റ് ഇംഗ്ലീഷ്മാൻ, അല്ലേ? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചില ഇന്ത്യക്കാരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലീഷുകാരെ അനുകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മധ്യവർഗത്തിൽപ്പെട്ട മിഡിൽ ക്ലാസ് പെടുന്ന ആളുകളുടെ ഒരു റെഫറൻസ് ഗ്രൂപ്പായിട്ട് നമുക്ക് ആരെ കാണാമായിരുന്നു? അന്ന്
ഇംഗ്ലീഷുകാരെ കാണാമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇൻ കൊളോണിയൽ പീരിയഡ് മെനി മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് ട്രൈഡ് ടു ഇമിറ്റേറ്റ് ഇംഗ്ലീഷ് മാൻ, അല്ലേ? റെഫറൻസ് ഗ്രൂപ്പ്സ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ആസ്പിറേഷൻ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംസ്കാരം, ജീവിത രീതി, അതുപോലെ തന്നെ അയാളുടെ അഭിലാഷങ്ങൾ, അതിനൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പിലെ അവസാനത്തത് കമ്മ്യൂണിറ്റി. അപ്പോൾ വാട്ട് ഈസ് കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ലിവിങ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ വിത്ത് ഷെയർഡ് ഇൻട്രസ്റ്റ്. പൊതുവായ താല്പര്യത്തോടു കൂടി ഒരു പ്രത്യേക പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ലിവിങ് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ വിത്ത് ഷെയർഡ് ഇൻട്രസ്റ്റ്, അല്ലെ? പൊതു താല്പര്യത്തോടു കൂടി ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് കമ്മ്യൂണിറ്റി, സമുദായം എന്ന് വിളിക്കുന്നത്. എ കമ്മ്യൂണിറ്റി ഈസ് ഫോംഡ് വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവ് ടുഗദർ ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കുമ്പോൾ എന്തുണ്ടാകും? ഇറ്റ് ബിക്കംസ് എ കമ്മ്യൂണിറ്റി, അല്ലേ? എ കമ്മ്യൂണിറ്റി ഈസ് ഫോംഡ്, അല്ലേ? ഒരു കമ്മ്യൂണിറ്റി എപ്പോഴാണ് രൂപീകരിക്കുക? വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ സോഷ്യൽ എ കമ്മ്യൂണിറ്റി. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ഇനി കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഫീച്ചേഴ്സാണ്, പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ കമ്മ്യൂണിറ്റി, ഒരു സമുദായത്തിന് എന്ത് വേണം? ഇറ്റ് റിക്വയർഡ് എ പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ. അതിന് എപ്പോഴും ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയ വേണം. ദർ ഷുഡ് ബി പീപ്പിൾ, അല്ലേ? അവിടെ ആരുണ്ടായിരിക്കണം? ജനങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദേ ഷുഡ് ഹാവ് വി ഫീലിംഗ്. ആ ജനങ്ങൾക്ക് നമ്മളൊന്നാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദേ ഷുഡ് ഹാവ് ഇൻറ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അവർ തമ്മിൽ അടുത്ത ബന്ധവും എന്തും വേണം? വ്യക്തിപരമായ ബന്ധവും അടുപ്പമൊക്കെ ഉണ്ടെങ്കിലാണ് അതെന്തായി മാറുള്ളൂ? ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൽ ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി, ഇത്രയും ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.